അമേരിക്കൻ അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വൈറ്റ് ഹൌസ്, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നർ, വിഐപികളുടെ വൻനിരയും കർശനമായ സുരക്ഷാ വലയവും. പക്ഷേ ആ സുരക്ഷാ മതിലുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വെടിയൊച്ച മുഴങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ശരിക്കും അതൊരു മരണമണി തന്നെയാകുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടു നടന്ന ആ അക്രമശ്രമത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മാരകായുധങ്ങളുമായി അയാൾ എങ്ങനെ എത്തിയെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ്. വൈറ്റ് ഹൌസിനെ മുൾമുന്നിൽ നിർത്തിയ ആ 31കാരനെ ഒടുവിൽ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാലിഫോർണിയ സ്വദേശിയായ കോൾ തോമസ് അലനാണ് ഈ പ്രതി. വെറുമൊരു അക്രമിയല്ല ഇയാൾ, വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ എത്തിയ ഒരാൾ. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ലോൺ വുൾഫ് അറ്റാക്ക് ആണ്. അതായത് ആരുമായും ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ചിന്തിച്ച് ഒറ്റയ്ക്ക് അക്രമം നടത്തുന്ന ഒരു രീതി. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രം തന്നെ മാറിമറിയുമായിരുന്നു. അത്രത്തോളം ഭീകരമായിരുന്നു ആ സാഹചര്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണവും ചിരിയും വിശേഷം പങ്കുവെക്കലുമായി കഴിഞ്ഞിരുന്ന ആ ഡിന്നർ പാർട്ടിക്കിടയിലേക്കാണ് അപ്രതീക്ഷിതമായി ആ വിളിയെത്തിയത്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിന്റെ ഉണ്ടായ ആ വെടിവെപ്പ് വലിയൊരു വിനാശത്തിന്റെ തുടക്കമാകുമെന്ന് പലരും ഭയപ്പെട്ടു. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ നിമിഷ നേരം കൊണ്ട് ട്രംപിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഒരു യുദ്ധക്കളത്തിന് സമാനമായ രീതിയിലായിരുന്നു അവിടെ നടന്ന നീക്കങ്ങൾ. സംഭവ സ്ഥലത്തു നിന്ന് പ്രതിയെ കീഴടക്കിയ ഉദ്യോഗസ്ഥർ ഇയാളുടെ പക്കൽ നിന്ന് ഒന്നിലധികം മാരകായുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഈ ആയുധങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. വെറുതെ ഒരു തോക്കുമായി വന്നോ എന്നതല്ല, മറിച്ച് ഒരു ഫെഡറൽ ഓഫീസറെ ആക്രമിച്ചു എന്നതടക്കമുള്ള കടുത്ത ചാർജുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അക്രമം നടത്താൻ ലക്ഷ്യമിട്ട് തോക്കുപയോഗിക്കുക, ജോലി തടസ്സപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങൾക്കായി ഫെഡറൽ കോടതിയിൽ ഇയാൾ വിചാരണ നേരിടേണ്ടതായി വരും. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വന്നതല്ല ഇയാളെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത്. തോക്കുപയോഗിച്ചുള്ള അക്രമം, ഫെഡറൽ ഓഫീസറെ കയ്യേറ്റം ചെയ്യൽ എന്നീ ഗൌരവമേറിയ കുറ്റങ്ങൾ ഇയാളെ അഴിക്കുള്ളിലാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇപ്പോൾ പ്രതിയുടെ ഭൂതകാലം ചികയുകയാണ്. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം? ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതോ ട്രംപ് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ച ഒരു ഭ്രാന്തനാണോ ഇയാൾ? കാലിഫോർണിയയിൽ നിന്ന് DC-യിലേക്ക് ഇയാൾ എത്തിയത് എന്തിനു വേണ്ടിയാണെന്ന കാര്യത്തിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ഇയാൾ മുമ്പ് ബന്ധപ്പെട്ട ആളുകളെയും കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഓരോ നീക്കവും അതീവ രഹസ്യമായാണ് അധികൃതർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സംഭവം വൈറ്റ് ഹൌസിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ കവചമുള്ള വൈറ്റ് ഹൌസിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത്തരം ഭ്രാന്തൻ ചിന്താഗതിക്കാരായ ആളുകളെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാമെന്നതിനെ കുറിച്ച് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ തലപുകയ്ക്കുകയാണ്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നർ ഇനി മറ്റൊരു ഭീതിയോടല്ലാതെ ആരും ഓർക്കില്ലെന്ന് ഉറപ്പാണ്. ഈ സംഭവത്തോടെ അമേരിക്കയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയുമാണ്. ട്രംപിന് നേരെയുള്ള ഈ അക്രമശ്രമം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയണം. ഏതായാലും കോൾ തോമസ് അലൻ എന്ന ആ 31കാരൻ ഇപ്പോൾ ഇരുമ്പടികൾക്കുള്ളിലാണ്. ഇയാളുടെ പിന്നിലെ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തോക്കിൻ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ട്രംപ് പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾ സമൂഹത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. അവർ അർഹിക്കുന്ന ശിക്ഷ നിയമം നൽകുമെന്ന് തന്നെ നമുക്ക് കരുതാം.